Hey friends, welcome to our new YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ഹാക്കുമായിട്ടാണ്. നമ്മൾ ഒരുപാട് വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കട്ടിംഗ് ബോർഡ് കറ പിടിച്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഉമ്മ എല്ലാ മാസവും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ക്ലീൻ ചെയ്യൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ കട്ടിംഗ് ബോർഡിൽ കാണുന്നത് ഒരു മാസമായിട്ടുള്ള കറയാണ്. സോ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് ബ്ലീച്ചിൻ്റെ വെള്ളം എടുക്കുക. എന്നിട്ടൊരു പഴയ യൂസ് ചെയ്യാത്ത സ്ക്രബ് വെച്ചിട്ട് അതിൽ മുക്കി കറയുള്ള ഭാഗത്തൊക്കെ അങ്ങനെ തൂത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. ഈ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ കറയൊക്കെ ഏകദേശം പോയിട്ടുണ്ടാവും. പിന്നെ ഹാർഡായിട്ടുള്ള കറകൾ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത്തിരി ഡിഷ് വാഷ് ഇട്ട് സ്ക്രബ് ഇട്ട് നല്ലോണം തേച്ച് കഴുകുക. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് അടിപൊളി ഹാക്കാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഇതിലൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ ഒരു ഹാക്ക് വുഡൻ കട്ടിംഗ് ബോർഡിൽ സെറ്റാവില്ല. വുഡൻ കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യുന്ന ഹാക്ക് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഹാക്ക് 100% റിസൾട്ട് വരുന്നതാണ്. ഇനി നമുക്ക് കറ പിടിച്ച അരിപ്പയിൽ ഈ സെയിം മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ബ്ലീച്ച് ലിക്വിഡ് തന്നെ എടുത്ത് അരിപ്പയിലേക്ക് ഒഴിക്കുക. കറയുള്ള ഭാഗത്തൊക്കെ ആവുന്ന രീതിയിൽ ഒഴിക്കുക. ഒരു 3 to 5 മിനിറ്റ്സ് അങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുക. ലിക്വിഡ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറ പോകുന്നത് കാണാൻ പറ്റും. ഇതാണ് ഫൈനൽ റിസൾട്ട്. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഹാക്കാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലീച്ച് കൊണ്ടുള്ള മെത്തേഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ചെറു ചൂടുവെള്ളത്തിൽ, ഇപ്പം കട്ടിംഗ് ബോർഡ് ആയിക്കോട്ടെ അരിപ്പ ആയിക്കോട്ടെ, ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് ഹാക്കുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.